പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈശോയുടെ തിരുശരീരമാകുന്ന പരിശുദ്ധ കുർബാനയുടെ ഓർമ്മയാണ് ഈ തിരുവചനം നമുക്ക് തരുന്നത്. ഇത് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഓർമ്മയാണ്. സ്വയം ഈശോ തന്നെ മുറിച്ച് വിളമ്പുന്ന സ്നേഹത്തിൻ്റെ വിരുന്നാണ് പരിശുദ്ധ കുർബാന. നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും സ്വീകരിക്കുന്ന ഈശോയുടെ തിരുശരീരം ഈ ഓർമ്മയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. വിശുദ്ധ ജോൺ വിയാനി പുണ്യവാളൻ ഇങ്ങനെയാണ് നമ്മളോട് പറയുക: പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സ്നേഹത്തെ മനുഷ്യരായ നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. ഇനി ആരെങ്കിലും അതിന് ശ്രമിച്ചാൽ അവൻ ഹൃദയം പൊട്ടി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയേറെ വലുതാണ്, അനന്തമാണ് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ ഓർമ്മ ഓരോ ദിവ്യകാരുണ്യ സ്വീകരണ വേളയിലും നമ്മിൽ നിറയപ്പെടട്ടെ. ഈ ഓർമ്മ നഷ്ടപ്പെടാതെ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് കൃപയാചിക്കാം. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ കുർബാനയിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി വാഴുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.